ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും AJS ക്രിയേഷൻസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങൾ എല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അവന്തിക ആത്മഹത്യക്ക് ശ്രമിച്ചിരിക്കുകയാണ്. അവന്തികയെ ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. അവന്തിക ഇപ്പോഴും മയക്കത്തിലാണ്. അർച്ചനയും സന്ദീപും സച്ചിയും എല്ലാം പുറത്തു നിൽക്കുന്നുണ്ട്. സിസ്റ്റർ കുറച്ച് മരുന്ന് വാങ്ങാൻ പറയുന്നുണ്ട്. സച്ചി അങ്ങനെ മരുന്ന് വാങ്ങാനായി പോകുന്നു. നന്ദേട്ടൻ എവിടെ, എങ്ങോട്ടാ പോയതെന്ന് അർച്ചന സന്ദീപിനോട് ചോദിക്കുന്നുണ്ട്. അറിയില്ല, എന്നോടൊന്നും പറഞ്ഞില്ലെന്ന് സന്ദീപ് പറയുന്നു. ഏട്ടത്തി ഈ അവസ്ഥയിൽ കിടക്കുമ്പോൾ നന്ദേട്ടൻ ഇവിടെ നിൽക്കാതെ പോയത് ഒട്ടും ശരിയായില്ലെന്ന് അർച്ചന പറയുന്നു. പറഞ്ഞാ കേൾക്കണ്ടേ, ഞാൻ ഒരുപാട് പറഞ്ഞു നോക്കി, അതൊന്നും കേൾക്കാതെയാണ് നന്ദേട്ടൻ പോയതെന്ന്. സംഭവിക്കാനുള്ളത് സംഭവിച്ചു, ഇനിയിപ്പോൾ ഇതിൽ നിന്നും ഒളിച്ചോടിയിട്ടൊന്നും ഒരു കാര്യവുമില്ലെന്നും അർച്ചന പറയുന്നു. ഏട്ടത്തി പേടിക്കണ്ട, അവന്തികേട്ടത്തിക്ക് ഒന്നും സംഭവിക്കില്ല, ഞാൻ നന്ദേട്ടനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറയുന്നുണ്ട് സന്ദീപ്. ഈ സമയം നെല്ലിശ്ശേരിയിൽ അനഘ ടെൻഷനോടെ നിൽക്കുകയാണ്. സേതുമാധവൻ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്നു. സേതുവും വല്ലാത്ത ടെൻഷനിൽ ആണ്. ഇവിടെ ഇത്രയും പേർ വിഷമിച്ചിരിക്കുകയാണെന്ന് അറിയില്ലേ, പോയിട്ട് എത്ര നേരമായി, ഇതുവരെ ഒന്ന് വിളിച്ചു പോലും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ സേതു പറയുന്നുണ്ട്. ഫോൺ കാറിനകത്തായിരിക്കും അച്ഛാ എന്ന് ആതിര പറയുന്നു. അവരാരും ചെറിയ കുട്ടികളല്ലല്ലോ, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള പക്വതയും പ്രായവും ഒക്കെ ആയില്ലേ. ഒന്നുമില്ലെങ്കിലും അനഘയുടെ വിഷമത്തെക്കുറിച്ചെങ്കിലും അവർക്കൊന്ന് ആലോചിച്ചുകൂടായിരുന്നോ? അച്ഛൻ വിഷമിക്കേണ്ട, അവർ ഇപ്പോൾ വിളിക്കുമെന്ന് സ്നേഹ പറയുന്നുണ്ട്. ആതിര അനഘയെ സമാധാനിപ്പിക്കുന്നു. ഇനിയിപ്പോൾ ഇത് പോലീസ് കേസ് ആകുമോ? ആത്മഹത്യാ ശ്രമം ആയതുകൊണ്ട് പോലീസിൽ ഇൻഫോം ചെയ്യില്ലേ എന്ന് സ്നേഹ ചോദിക്കുമ്പോൾ സേതു പറയുന്നുണ്ട്. ചെയ്യും. നെല്ലിശ്ശേരിയിലെ സേതുമാധവന്റെ മരുമകൾ ആത്മഹത്യക്ക് ശ്രമിച്ചുവെന്ന് വാർത്തകൾ വരും. എല്ലാ നാണക്കേടും സഹിക്കാൻ മാത്രമേ ഇപ്പോൾ നമുക്ക് പറ്റൂ. എന്നാലും ചേച്ചി എന്തിനായിരിക്കും ഇത് ചെയ്തത്? അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് പറഞ്ഞു തീർത്തൂടെ എന്ന് അനഘ പറയുമ്പോൾ സ്നേഹ പറയുന്നുണ്ട്. നിന്റെ ചേച്ചിയുടെ സ്വഭാവം നിനക്ക് അറിയാലോ. എന്തായാലും നീ അപ്പോൾ കണ്ടത് നന്നായി. മോളെ, ഞാനൊന്ന് ഹോസ്പിറ്റലിലേക്ക് പോയാലോ എന്ന് സേതു ചോദിക്കുമ്പോൾ അത് വേണ്ടച്ചാ, എന്തായാലും അവർ വിളിക്കട്ടെ, അവരുടെ അവസ്ഥ എന്താണെന്ന് അറിഞ്ഞിട്ട് പോയാൽ മതി എന്നൊക്കെ സ്നേഹ പറയുമ്പോൾ കരഞ്ഞുകൊണ്ട് അനഘ നിൽക്കുന്നുണ്ട്. സേതു വീണ്ടും വീണ്ടും ഫോൺ ചെയ്യുന്നുണ്ട്. എന്നാൽ ആരും തന്നെ ഫോൺ എടുക്കുന്നില്ല. ഇപ്പോൾ ICUവിൽ നിന്നും ഡോക്ടർ പുറത്തേക്ക് വരുന്നു. അവിടെ സച്ചിയും അർച്ചനയും സന്ദീപും കാത്തു നിൽക്കുന്നുണ്ട്. കുഴപ്പമില്ല, ബോധം തെളിഞ്ഞിട്ടുണ്ട്, ആഴത്തിലുള്ള മുറിവല്ലാത്തത് കൊണ്ട് സർജറി വേണ്ടി വന്നില്ല. എവിടെ ഹസ്ബൻഡ് എന്നൊക്കെ ഡോക്ടർ ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട്. ഇവിടെ ഉണ്ടായിരുന്നു ഡോക്ടർ, ജസ്റ്റ് പുറത്തേക്കൊന്ന് പോയതാണ്. ഇതെന്തായാലും പോലീസിൽ അറിയിച്ചേ പറ്റൂ എന്ന് ഡോക്ടർ പറയുമ്പോൾ പ്ലീസ് ഡോക്ടർ, തൽക്കാലം പോലീസിൽ അറിയിക്കരുതെന്ന് സച്ചി പറയുന്നുണ്ട്. അത് പറഞ്ഞാൽ എങ്ങനെയാ? നാളെ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ഞങ്ങൾ തന്നെ സമാധാനം പറയേണ്ടി വരും. അവരുടെ ഹസ്ബൻഡിനോട് എന്നെ ഒന്ന് വന്ന് കാണാൻ പറയണം. എനിക്ക് അയാളോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഞാനൊരു കാര്യം പറയാം, അവർക്ക് പരാതിയുണ്ടെന്ന് പറഞ്ഞാൽ അവരുടെ ഹസ്ബൻഡും നിങ്ങളുമടക്കം എല്ലാവരും ജയിലിലാകുമെന്ന് ഡോക്ടർ പറയുമ്പോൾ എല്ലാവരും ഇത് കേട്ട് ഞെട്ടി നിൽക്കുന്നു. എനിക്ക് അകത്ത് കയറി ഒന്ന് കാണാൻ പറ്റുമോ ഡോക്ടർ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്. കാണുന്നതൊക്കെ കൊള്ളാം, കുഴപ്പമില്ല, പക്ഷേ ഇപ്പോൾ അവരോടൊന്നും ചോദിക്കാനും പറയാനും നിൽക്കരുത്. സേതുമാധവൻ ആരാണെന്ന് പുറത്തേക്ക് ഒരു സിസ്റ്റർ വന്ന് ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്. അത് ഞങ്ങളുടെ അച്ഛനാണ്, അദ്ദേഹം വന്നിട്ടില്ല. പേഷ്യന്റിന് അദ്ദേഹത്തെ ഒന്ന് കാണണമെന്ന് ആവശ്യപ്പെട്ടു, വേറെ ആരെയും കാണണ്ട എന്നും പറഞ്ഞിട്ടുണ്ട്. ഇത്രയും പറഞ്ഞ് സിസ്റ്റർ അകത്തേക്ക് പോകുന്നു. ഡോക്ടർ പറയുന്നുണ്ട്. ഇപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് എനിക്കിത് പോലീസിൽ അറിയിച്ചേ പറ്റൂ. ഇത്രയും പറഞ്ഞ് ഡോക്ടർ പോകുമ്പോൾ വളരെ ടെൻഷനോടെ സച്ചിയും അർച്ചനയും സന്ദീപും നിൽക്കുന്നുണ്ട്. അവന്തികയോട് സിസ്റ്റർ ചെന്ന് പറയുന്നുണ്ട്. സേതുമാധവൻ വന്നിട്ടില്ല, വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. വേറെ ആരൊക്കെയുണ്ട് പുറത്ത്? എന്റെ ഹസ്ബൻഡ് വന്നിട്ടുണ്ടോ എന്ന് അവന്തിക ചോദിക്കുമ്പോൾ സിസ്റ്റർ പറയുന്നുണ്ട്. ഇല്ല, മറ്റു ബന്ധുക്കൾ പുറത്തുണ്ട്, അവരെ ആരെങ്കിലും വിളിക്കണോ എന്ന് ചോദിക്കുന്നു. വേണ്ട, എനിക്ക് സേതുമാധവനോട് മാത്രം സംസാരിച്ചാൽ മതിയെന്ന് അവന്തിക പറയുന്നു. അവർക്ക് നിങ്ങളെ കാണണമെന്നുണ്ടെന്ന് സിസ്റ്റർ പറയുമ്പോൾ അവന്തിക പറയുന്നുണ്ട്. എനിക്ക് തൽക്കാലം ആരെയും കാണണ്ട, ആദ്യം സേതുമാധവൻ വരട്ടെ എന്ന്. അർച്ചന സേതുവിനെ വിളിക്കുന്നു. അവന്തികയ്ക്ക് എങ്ങനെയുണ്ടെന്ന് സേതു ചോദിക്കുമ്പോൾ ഇപ്പോൾ കുഴപ്പമില്ല, ബോധം തെളിഞ്ഞു എന്ന് അർച്ചന പറയുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും കണ്ടോ എന്ന് സേതു ചോദിക്കുമ്പോൾ ഇല്ല, ഞങ്ങളാരും കണ്ടില്ല, ഞങ്ങളെ ആരെയും അവന്തികേട്ടത്തി കാണണ്ടെന്ന് പറഞ്ഞു. ഏട്ടത്തിക്ക് അച്ഛനെ മാത്രം കണ്ടാൽ മതിയെന്നാ പറഞ്ഞത്. അച്ഛൻ അത്യാവശ്യമായിട്ട് ഹോസ്പിറ്റലിലേക്ക് ഒന്ന് വരണം എന്ന് അർച്ചന പറയുന്നുണ്ട്. ശരി മോളെ, ഞാൻ ഇപ്പോൾ തന്നെ വരാമെന്ന് സേതു പറയുന്നു. എന്തായി അച്ഛാ, ചേച്ചി എന്ത് പറഞ്ഞു എന്ന് ആതിര ചോദിക്കുമ്പോൾ അവന്തികയ്ക്ക് ബോധം തെളിഞ്ഞു, കുഴപ്പമൊന്നുമില്ലെന്ന് സേതു പറയുമ്പോൾ അനഘ സമാധാനത്തോടെ നിൽക്കുന്നുണ്ട്. അവന്തികയ്ക്ക് എന്നെ കാണണമെന്ന് പറഞ്ഞു, ഞാൻ പോയി റെഡി ആയിട്ട് വരാമെന്ന് പറഞ്ഞ് സേതു പോകുന്നു. അവന്തികേട്ടത്തി എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട്, എന്തായാലും ഈ വീടിന് അത്ര നല്ലതായിരിക്കില്ല അത് എന്ന് സ്നേഹ പറയുന്നുണ്ട്. വളരെ ടെൻഷനോടെ നിൽക്കുകയാണ് അനഘ. ഇതേ സമയം സന്ദീപും സച്ചിയും അർച്ചനയും സംസാരിക്കുന്നു. എന്തിനായിരിക്കും അച്ഛനെ മാത്രം കാണണമെന്ന് ഏട്ടത്തി പറഞ്ഞത്?
പോലീസ് അറിഞ്ഞാൽ നാണക്കേടാണ്. ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ അറിയും. നമുക്കൊന്ന് കണ്ടാലോ എന്ന് സച്ചി പറയുമ്പോൾ വേണ്ട, ആദ്യം അച്ഛൻ വരട്ടെ എന്ന് അർച്ചന പറയുന്നു. ആ സമയത്ത് സേതു അവിടേക്ക് എത്തി. സേതു അങ്ങനെ അവന്തികയെ കാണാൻ പോകുന്നു. അച്ഛാ, എന്റെ ലൈഫ് പോയി, ഞാൻ ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നൊക്കെ കരച്ചിൽ നടിച്ച് അവന്തിക പറയുന്നു. മോൾ എന്തിനിങ്ങനെയൊക്കെ പറയുന്നത്? എന്ത് പ്രശ്നമുണ്ടെങ്കിലും മോൾക്ക് അച്ഛനോട് പറയാലോ എന്ന് സേതു ചോദിക്കുമ്പോൾ അവന്തിക പറയുന്നുണ്ട്. അച്ഛനോട് പറഞ്ഞാൽ നന്ദേട്ടൻ എന്നെ കൊന്നുകളയും. പലതവണ ഞാൻ പറയാൻ ശ്രമിച്ചതാണ്, പക്ഷെ നന്ദേട്ടൻ എന്നെ ഭീഷണിപ്പെടുത്തി. പേടിച്ചിട്ടച്ഛാ ഞാൻ ഒന്നും പറയാത്തത്. എന്തായാലും ഒന്നും സംഭവിച്ചില്ലല്ലോ എന്ന് സേതു. എനിക്ക് മരിച്ചാൽ മതിയായിരുന്നു. അച്ഛൻ അറിയാമോ, നന്ദേട്ടൻ എന്നോട് ഒരടുപ്പവും സ്നേഹവും കാണിക്കുന്നില്ല. ഞാനൊരു പെണ്ണല്ലേ, എനിക്കും വേണ്ടേ കുഞ്ഞുങ്ങളൊക്കെ. ഇപ്പോൾ ഒരു ശത്രുവിനെ പോലെയാ നന്ദേട്ടൻ എന്നെ കാണുന്നത്. ഡോക്ടറെ കാണാൻ നന്ദേട്ടൻ തയ്യാറാവുന്നില്ല. നന്ദേട്ടൻ ചില തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞു. എന്നെ ഡിവോഴ്സ് ചെയ്യാനാണ് നന്ദേട്ടന്റെ തീരുമാനം എന്ന് അവന്തിക പറയുമ്പോൾ ഇത് കേട്ട് സേതു ഞെട്ടി നിൽക്കുന്നുണ്ട്. ഡിവോഴ്സ് പെറ്റീഷനിൽ ഒപ്പിട്ട് കൊടുക്കാനാണ് നന്ദേട്ടൻ എന്നോട് പറഞ്ഞിരിക്കുന്നത്. ഇത് ഞാൻ എങ്ങനെ സഹിക്കും? അങ്ങനെ നന്ദൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം കരച്ചിൽ നടിച്ച് പറയുകയാണ് അവന്തിക. ഇതെല്ലാം സേതു വിശ്വസിക്കുന്നുണ്ട്. ഇനിയും എന്നെ നന്ദേട്ടൻ ഡിവോഴ്സിന് നിർബന്ധിച്ചാൽ ഞാൻ ഉറപ്പായും ആത്മഹത്യ ചെയ്യും. എന്റെ മരണത്തിന് നന്ദേട്ടനാണ് ഉത്തരവാദിയെന്ന് ഞാൻ മരണക്കുറിപ്പിൽ എഴുതി വെക്കും. അല്ലാതെ ഞാൻ എന്താണ് അച്ഛാ ചെയ്യേണ്ടത്? മോള് സമാധാനമായിട്ടിരിക്കുക, എല്ലാം നമുക്ക് പരിഹരിക്കാം എന്ന് സേതു പറയുന്നുണ്ട്. മറ്റുള്ളവരെല്ലാം കുഞ്ഞുങ്ങളുമൊത്ത് സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ ഞാൻ മാത്രം ഒന്നിന് കൊള്ളാത്തവളായി അപമാനവും സഹിച്ച് അവരുടെയൊക്കെ മുന്നിൽ എനിക്ക് എങ്ങനെ ജീവിക്കാൻ സാധിക്കും? എന്റെ സങ്കടങ്ങൾ പറയാൻ അച്ഛൻ മാത്രമേ ഉള്ളൂ. അച്ഛൻ എന്നെ രക്ഷിക്കണമെന്ന് അവന്തിക പറയുന്നു. കാര്യങ്ങൾ ഇത്ര വഷളായെന്ന് അച്ഛൻ ഇപ്പോഴറിയുന്നത്. മോൾ എന്നോട് ക്ഷമിക്കണം, ഞാൻ എല്ലാം ശരിയാക്കാം. ഒരിക്കലും നിനക്ക് നെല്ലിശ്ശേരിയിൽ നിന്ന് പോകേണ്ടി വരില്ല. ചില കാര്യങ്ങൾ സേതു അവന്തികയോട് പറയുന്നു. മോള് വിശ്വസിക്ക്, തൽക്കാലം നമ്മൾ രണ്ടുപേര് മാത്രം അറിഞ്ഞാൽ മതി ഇത്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ എന്ന് സേതു ചോദിക്കുമ്പോൾ മനസ്സിലായി, അച്ഛൻ മാത്രമേ ഉള്ളൂ എനിക്ക് ആശ്രയം എന്ന് അവന്തിക പറയുന്നു. അങ്ങനെ സേതു പുറത്തേക്ക് വരുമ്പോൾ ഏട്ടത്തി എന്താ പറഞ്ഞതെന്ന് അർച്ചന ചോദിക്കുമ്പോൾ ഒന്നും പറഞ്ഞില്ലെന്ന് സേതു പറയുന്നു. അച്ഛനെ ഞാൻ കൊണ്ടുവിടാമെന്ന് സച്ചി പറയുമ്പോൾ വേണ്ട എന്ന് സേതു. ഈ സമയം അവന്തിക സിസ്റ്ററോട് പറയുന്നുണ്ട്, എനിക്കൊരു ഫ്രഷ് ഓറഞ്ച് ജ്യൂസ് വേണം. പുറത്ത് അർച്ചന എന്ന് പറയുന്ന ഒരുത്തി നിപ്പുണ്ട്, അവളോട് പറഞ്ഞാൽ മതി, അവൾ ചെന്ന് വാങ്ങിച്ചുകൊണ്ട് വരും. ഇതുപോലെ തന്നെ സിസ്റ്റർ വന്ന് അർച്ചനയോട് പറയുന്നു. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയിൽ അർച്ചന കുഞ്ഞുമായി ഇങ്ങനെ ഇരിക്കുന്നു. രാത്രി ആയിട്ടുണ്ട്. ഏട്ടത്തിക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട്, മുറിയിലേക്ക് മാറ്റിയോ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല, നാളെ ചിലപ്പോൾ ഡിസ്ചാർജ് ചെയ്തേക്കും. തനിക്ക് എന്ത് തോന്നുന്നു, ഇത് ശരിക്കും ആത്മഹത്യാ ശ്രമം തന്നെയാണോ എന്ന് സച്ചി ചോദിക്കുമ്പോൾ ഇത് ആത്മഹത്യാ ശ്രമമൊന്നും അല്ല, അവർ എന്തോ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്ന് അർച്ചന പറയുമ്പോൾ ഏട്ടത്തിയെ കണ്ടതിന് ശേഷം അച്ഛൻ ആകെ ഗൗരവത്തിലാണ്. എന്തൊക്കെ ചോദിച്ചിട്ടും അച്ഛൻ ഒന്നും പറയുന്നില്ലെന്നൊക്കെ സച്ചി പറയുന്നു. എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. വൈകുന്നേരം അച്ഛൻ ആഹാരം പോലും കഴിച്ചിട്ടില്ല. മുറിയിൽ ഗൗരവത്തിൽ ഇരിക്കുകയായിരുന്നു. ഞാൻ ചോദിച്ചിട്ടും അച്ഛൻ പറഞ്ഞില്ല. എന്തായിരിക്കും അവർ തമ്മിൽ സംസാരിച്ചിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, എന്തായാലും ഈ കുടുംബത്തിൽ ഒരു വലിയ പ്രശ്നം വരാൻ പോകുന്നുണ്ട് എന്നൊക്കെ സച്ചിയും അർച്ചനയും കൂടി സംസാരിക്കുന്നുണ്ട്. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകൾക്കായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.